പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, +1 അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ നമുക്കറിയാം ധാരാളം അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് വേണമെന്നുള്ള ആവശ്യം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായി +1 പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും നമുക്കിതിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പോവാം. നേരത്തെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെടുത്തി ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന 15ഓളം അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ജേണൽ എൻട്രി എന്തൊക്കെയാണ്, അത് ട്രാബാലൻസിൻ്റെ താഴെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ചോദിക്കുന്നതാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതല്ല ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം ചിലപ്പോൾ നമുക്ക് ട്രാബാലൻസിൻ്റെ ഉള്ളിൽ തന്നെ തരാറുണ്ട്. അങ്ങനെ ട്രാബാലൻസിൻ്റെ ഉള്ളിൽ തന്നെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് തുടങ്ങാവുന്നതാണ്. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ക്ലോസിംഗ് സ്റ്റോക്കാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു കോളം വരച്ചിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. നെയിം ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. അപ്പോൾ നെയിം ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയും വിവരങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ട്രാബാലൻസിൻ്റെ താഴെയാണ് തന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഈ കോളത്തിൽ പറയുന്നത്. എന്താണ് ഇതൊന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാബാലൻസിൻ്റെ താഴെ ഒരു അഡീഷണൽ ഇൻഫർമേഷനായിട്ടാണ് തന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്. ഇനി അതല്ല, ഇത് ട്രാബാലൻസിൻ്റെ ഉള്ളിൽ, ഇഫ് ഗിവൺ ഇൻ ട്രാബാലൻസിൻ്റെ ഉള്ളിൽ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ഐറ്റമായിട്ടാണ് തന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നാണ് ഈ കോളത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഈ കോളം ഹെഡിങ്സ് നന്നായി മനസ്സിലാക്കണം, അപ്പോഴേ നമുക്ക് ഇത് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മുടെ നെയിം ഓഫ് ദി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കോളത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന +1 അക്കൗണ്ടൻസി എക്സാമിന് വരുന്ന എല്ലാ പ്രോബ്ലത്തിലും നിർബന്ധമായും നമ്മൾ കാണുന്ന ഒരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമുക്ക് തരാറ്. അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നു കഴിഞ്ഞാൽ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് ഡേറ്റിൽ വരുന്ന, അതായത് ഒന്നുകിൽ 31 മാർച്ച് ആയിരിക്കും അല്ലെങ്കിൽ 31 ഡിസംബർ ആയിരിക്കും. ഈ ഡേറ്റിൽ നമ്മൾ കണ്ടെത്തുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിലേക്ക് വരിക. എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ ടു ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലേ? അപ്പോൾ ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പറയുമ്പം തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ക്ലിയർ ആയി വരുന്നുണ്ട്, അല്ലേ? എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ട്രാബാലൻസിൻ്റെ താഴെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രീറ്റ്മെൻറ്റ് നമ്പർ 1. എല്ലാത്തിനും, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും 2 ട്രീറ്റ്മെൻറ്റാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, അല്ലേ? ഒന്നാമത്തെ പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇപ്പോൾ സെയിൽസ് റിട്ടേൺസും ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് അവിടെ കൊടുക്കണം. അത് കൂടാതെ എവിടെ കാണിക്കണം? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അലോങ് വിത്ത് കറണ്ട് അസറ്റിൻ്റെ കൂടെയാണ് നമ്മൾ കാണിക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, അല്ലേ? അവിടെ സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് കാണിക്കുക?
ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് എവിടെയാണ്? ഗിവൺ ഇൻ ട്രാബാലൻസ്. ട്രാബാലൻസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നതെങ്കിൽ, ചില പ്രോബ്ലത്തിൽ അങ്ങനെ തരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് തന്നതെങ്കിൽ നമുക്കതിന് രണ്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല. നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഓൺലി ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. പിന്നെ അവിടെ കാണിക്കേണ്ട കാര്യമില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. എവിടെ മാത്രം കാണിച്ചാൽ മതി? ഓൺലി ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ഒന്നാമത്തത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഐറ്റത്തിലേക്ക് വരികയാണ്. എന്താ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. നേരത്തെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ +1 അക്കൗണ്ടൻസിയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ ഏതെങ്കിലും ഒരു എക്സ്പെൻസെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് തരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിലും എന്തുണ്ടാവും? ഒരു ഐറ്റം എങ്കിലും ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആവാം, ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആവാം അല്ലേ? ഇങ്ങനെയുള്ള ഐറ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തുണ്ടാവും? ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഐറ്റത്തിൽ ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ചിലപ്പം തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ എന്താണ് അതിൻ്റെ ജേർണൽ എൻട്രി? നമുക്കറിയാം ആ എക്സ്പെൻസ് കൂടുകയാണ് വേണ്ടത് അല്ലേ? എക്സ്പെൻസ് കൂടണമെങ്കിൽ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ, അവിടെ ജേർണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റിയാണ് അല്ലേ? നമുക്ക് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ലാബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് എക്സ്പെൻസ് കൂടുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റിയാണ്, അതും കൂടുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇത്? നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന എവിടെയാണ്? ട്രാബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നതെങ്കിൽ ഈഫ് ഗിവൺ ആസ് അഡീഷണൽ ഇൻഫർമേഷൻ, ഈഫ് ഗിവൺ ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് ബിലോ ട്രാബാലൻസ്, അങ്ങനെയാണ് തന്നതെങ്കിൽ എന്താണ് അതിൻ്റെ രണ്ട് ട്രീറ്റ്മെൻറ്റ്? നമ്മൾ ആ ഏത് എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയത്, ഇപ്പോൾ സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയതെങ്കിൽ സാലറിയോട് കൂടെ നമ്മളത് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കുക എന്താ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആഡ് ടു കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാനുള്ള കാരണം ചിലപ്പം ഈ ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാവാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഐറ്റത്തിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് തന്നതെങ്കിൽ വേജസിനോട് കൂടി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി അതല്ല സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് തന്നതെങ്കിലോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ആയിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയോട് കൂടിയാണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ആഡാണ് ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡ് ഓഫ് ദി, അത് ട്രേഡിംഗ് അക്കൗണ്ട് ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ എന്നുള്ളത് നമുക്ക് തന്ന ഐറ്റം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആഡ് ടു കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതൊരു ലാബിലിറ്റിയാണ് അല്ലേ? ലാബിലിറ്റി ആയതുകൊണ്ട് നമ്മളിത് എവിടെ കാണിക്കണം? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് പറയാം. എന്താ? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അലോങ് വിത്ത് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസിൻ്റെ കൂടെ കാണിക്കണം. അലോങ് വിത്ത് കറണ്ട് ലാബിലിറ്റീസ് അല്ലേ? കറണ്ട് ലാബിലിറ്റീസ് അതായത് ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്കവിടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കാവുന്നതാണ്. ഇനി അടുത്ത എന്താണ് തന്നിരിക്കുന്നത്? ഇഫ് ഗിവൺ ഇൻ ദ ട്രാബാലൻസ്. ട്രാബാലൻസിൻ്റെ ഉള്ളിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നതെങ്കിൽ, ട്രാബാലൻസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നതെങ്കിൽ എവിടെ മാത്രം കാണിച്ചാൽ മതി? ഓൺലി ഷോൺ ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അല്ലേ? ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. എവിടെ തന്നാൽ? ട്രാബാലൻസിൻ്റെ ഉള്ളിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നതെങ്കിൽ. ഇനി നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് പോവാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എക്സ്പെൻസ് അത് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അത് കൊടുത്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് അത് ഡ്യൂ ആയിട്ടുണ്ട്. എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, അതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്പെൻസ് ഡ്യൂ ആയിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്രീപെയ്ഡ്, അൺഎക്സ്പെയർഡ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയാറ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അൺഎക്സ്പെയർഡ് എക്സ്പെൻസസ് എന്നൊക്കെയാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറയാറ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് റെൻറ്റ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്നൊക്കെ നമുക്ക് തന്നാൽ അവിടെ നമ്മൾ ജേർണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ. അപ്പം അതിൻ്റെ സമയം കൊടുക്കേണ്ട സമയമായിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ കൊടുത്തു അല്ലേ? അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ ടു എക്സ്പെൻസ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. കാരണം ഇവിടെ എക്സ്പെൻസ് കുറയാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പെൻസ് കൂടാൻ വേണ്ടി എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ്
ഡെബിറ്റ് ആണ് ചെയ്തതെങ്കിൽ, ഇവിടെ എക്സ്പെൻസ് കൂടാൻ വേണ്ടി എക്സ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് ചെയ്തതെങ്കിൽ ഇവിടെ എക്സ്പെൻസ് നിന്ന് കുറയാൻ വേണ്ടി ടു എക്സ്പെൻസ് എന്നാണ് എഴുതുക. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആയിരുന്നെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു അസറ്റാണ്. അപ്പോൾ അത് കറണ്ട് അസറ്റിൽ കൂടെയാണ് കാണിക്കേണ്ടത്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ട്രാ ബാലൻസിൻ്റെ താഴെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ഫ്രം ദി കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ എക്സ്പെൻസ് ഏതാണോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഷുറൻസ് ആണ് പ്രീപെയ്ഡ് തന്നതെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസ് എഴുതുമ്പോൾ ആ ഇൻഷുറൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ എന്താണ്, ഇറ്റ് ഷുഡ് ബി ഷോൺ, ഇത് കറണ്ട് അസറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുക. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അലോങ് വിത്ത് കറണ്ട് അസറ്റ്. അലോങ് വിത്ത് കറണ്ട് അസറ്റ്, അതോടെ ശ്രദ്ധിക്കുക, കറണ്ട് അസറ്റിൻ്റെ കൂടെ. ഇനി ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ട്രാ ബാലൻസിൻ്റെ ഉള്ളിലാണെങ്കിലോ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ട്രാ ബാലൻസിൻ്റെ ഉള്ളിലാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഓൺലി ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ സ്ലൈഡിലെ അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് അക്രൂഡ് ഇൻകമാണ് അല്ലേ. അക്രൂഡ് ഇൻകം, ഇൻകം അക്രൂഡ്, ഇൻകത്തിന് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നല്ല പറയുക, ഇൻകം അക്രൂഡ് എന്നാണ് പറയുക അല്ലേ. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്താണെന്ന് പറയാം, ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുക ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നല്ല പറയാറ്, എന്താ പറയുക, അക്രൂഡ് ഇൻകം എന്നാണ് പറയുക. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഇൻകം നമുക്ക് കിട്ടാൻ സമയമായിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ഇൻകം നമുക്ക് കിട്ടാൻ സമയമായിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല, ഇൻകമാണ്. അപ്പോൾ കിട്ടുകയാണ് ചെയ്യുക, കൊടുക്കില്ല. നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം എന്താണ്, നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെ രണ്ടെണ്ണം, ഞാൻ പറയാൻ പോകുന്ന രണ്ടെണ്ണം ഇവിടെ അക്രൂഡ് ഇൻകം, അത് കഴിഞ്ഞ് ഇനി വരാനുള്ളതൊക്കെ അത് ഇൻകത്തെക്കുറിച്ചാണ്, അക്രൂഡ് ഇൻകമാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം പോലെയാണ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള വേർഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പറയുക അക്രൂഡ് ഇൻകമാണ്. എന്തായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റ് അല്ലേ, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു ഇൻകം അക്കൗണ്ട്, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു ഇൻകം അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആ ഇൻകം കൂടാണ് വേണ്ടത്. അപ്പോൾ ഇൻകം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻകം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കൂടണമെങ്കിൽ ഇൻകം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താലാണ് ഇൻകം അക്കൗണ്ട് കൂടുക. അതുകൊണ്ടാണ് ഇവിടെ താഴെ ഇൻകം അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു ഇൻകം അക്കൗണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ആഡ് ടു ദ കൺസേൺഡ് ഇൻകം ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആഡ് ടു ദ കൺസേൺഡ് ഇൻകം ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ്, ഏത് ഇൻകമാണോ അക്രൂഡ് ആയത് ആ അക്രൂഡ് ആയിട്ടുള്ള ഇൻകം, ആ ഇൻകത്തിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐറ്റം, ഈ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആഡ് ടു ദി കൺസേൺഡ് ഇൻകം ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആയതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് അക്രൂഡ് റെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യേണ്ടത് റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്ന ഇൻകം സൈഡിലുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള റെൻ്റ് എന്ന് നമ്മൾ എഴുതിയിട്ടുള്ള ആ എമൗണ്ടിനോട് കൂടി അക്രൂഡ് റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനിയോ ഇതിനെവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ ഇത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്, അക്രൂഡ് ഇൻകം കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്. ഇനി ഇത് നമുക്ക് ട്രാ ബാലൻസിൻ്റെ ഉള്ളിലാണ് തന്നതെങ്കിലോ, ഓൺലി ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. ട്രാ ബാലൻസിൻ്റെ ഉള്ളിലാണ് ഇത് തന്നതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ ഇത് കാണിക്കേണ്ടതുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം അല്ലേ. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് അത് നമ്മൾ കൊടുക്കാൻ സമയമായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല എന്നാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ സമയമാകുന്നതിന് മുമ്പേ കൊടുത്തു എന്നാണ്. ഒരു എക്സ്പെൻസ് കൊടുക്കാൻ സമയമാകുന്നതിന് മുമ്പേ പ്രീപെയ്ഡ് ആണ്, നേരത്തെ കൊടുത്തു. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻകം കിട്ടാൻ സമയമായിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇൻകം കിട്ടാൻ സമയമായിട്ടില്ല, അതിന് മുമ്പേ കിട്ടി, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കേട്ടോ. ഇൻകം ഇത് നാലും നമുക്ക് ഒരേപോലെ ഒരുമിച്ചങ്ങ് പഠിക്കാവുന്നതാണ് അല്ലേ. ഒരെണ്ണത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റെണ്ണം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്തായിരിക്കും ജേണൽ എൻട്രി, ഇൻകം നമുക്ക് നേരത്തെ കിട്ടിയതാണ്, ഇക്കൊല്ലത്തെ ഇൻകം അല്ല, അടുത്ത കൊല്ലത്തെ ഇൻകമാണ്. അത് ഈ കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം കുറയ്ക്കണം. അപ്പോൾ ഇൻകം അക്കൗണ്ട് ഡെറ്റ്, ഏത് ഇൻകമാണോ നമുക്ക് നേരത്തെ കിട്ടിയത് ആ ഇൻകം അക്കൗണ്ട് ഡെറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നമുക്കിത് തന്നിരിക്കുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എവിടെയാണ്, ട്രാ ബാലൻസിൻ്റെ ഉള്ളിലല്ല, ട്രാ ബാലൻസിൻ്റെ താഴെ
അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, അഡീഷണൽ ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ഫ്രം കൺസേൺഡ് ഇൻകം ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏത് ഇൻകം ആണോ ഇതേപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം അത് അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. അതുകൊണ്ട് അത് മൈനസ് ചെയ്യുകയും ഇതിനെവിടെ കാണിക്കേണ്ടി വരും? അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് നോക്കുക. ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അലോങ് വിത്ത് കറണ്ട് ലാബിലിറ്റീസിൻ്റെ കൂടെ നമുക്ക് കാണിക്കാവുന്നതാണ്. എന്നാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ബാലൻസിൻ്റെ ഉള്ളിലാണെങ്കിലോ ഓൺലി ഷോൺ ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചാൽ മതി, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പഠിച്ചു പോകുന്നത് നമുക്ക് വലിയ ഉപകാരമായിരിക്കും. ഇത് രണ്ടാമത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അടുത്ത ഐറ്റം ഡിപ്രിസിയേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണവും ഇടയ്ക്കിടയ്ക്ക് അല്ലേ, ചിലപ്പോൾ ഈ 4ഉം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഇതിൽ 2 എണ്ണമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 3 എണ്ണം ചോദിക്കാറുണ്ട്. എന്തായിരുന്നാലും ഇത് ഈ ഏരിയ ഈ 4 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ അഞ്ചാമതായിട്ട് ഈ 4 എണ്ണം, അതായത് നമ്മൾ ഈ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അതേപോലെ അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ്, ഇതാണ് 4 എണ്ണം എന്ന് പറഞ്ഞത്. അതിന് മുമ്പേ നമ്മൾ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ 5 എണ്ണം ആകെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6ാമത്തേലേക്കാണ് പോകുന്നത്, ഡിപ്രീസിയേഷൻ. എന്താ ഡിപ്രീസിയേഷൻ? എല്ലാവർക്കും അറിയാം, അസറ്റിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് നമ്മൾ വേറെ സ്ലൈഡിൽ വേറെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണത്. നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറയുന്നില്ല. എന്താണ് അതിൻ്റെ ജേണൽ എൻട്രി? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ലോസ് ആണ്. ഇപ്പോൾ ലോസ് ആയതുകൊണ്ട് തന്നെ അത് കൂടുമ്പോൾ, ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് കൂടുന്ന നേരം ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മാത്രമല്ല ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ അസറ്റ് എന്താവുന്നു? കുറയുന്നു. അപ്പോൾ അസറ്റിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അസറ്റ് കുറയണമെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി, എന്നാൽ അസറ്റ് കുറയും. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ്. ജേണൽ എൻട്രി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? സാധാരണഗതിയിൽ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് തരുമ്പോൾ ഡിപ്രിസിയേറ്റ് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് ദ റേറ്റ് ഓഫ് 10%, അല്ലെങ്കിൽ ഡിപ്രിസിയേറ്റ് ബിൽഡിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5%, ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പെർസെൻറ്റേജ് നോക്കി നമ്മൾ കണ്ടുപിടിച്ച് അത്ര ശതമാനമൊക്കെ കണ്ടതിന് ശേഷം ആ കണ്ട എമൗണ്ട്, ഡിപ്രിസിയേഷനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് ഉണ്ടല്ലോ, ആ പെർസെൻറ്റേജ് എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മളിവിടെ കാണിക്കണം ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാൻ, ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ തന്നത് ആ തന്നതിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കണം. ഇനി രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? അതേപോലെ തന്നെ ഈ കണ്ടുപിടിച്ച ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള ഈ എമൗണ്ട് അതൊരു അസറ്റിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ട് അല്ലേ. അപ്പോൾ ഡിഡക്റ്റ് ഫ്രം ദി കൺസേൺഡ് അസറ്റ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ അത് ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് ആണെങ്കിൽ ലാൻഡ്, പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ്, ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ്, മെഷീനറി ആണെങ്കിൽ അല്ലേ. അപ്പോൾ എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ആ തന്ന ഐറ്റത്തിൽ നിന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഫിക്സഡ് അസറ്റ് സൈഡിൽ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്, അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ്. ഇനി ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഐറ്റം എമൗണ്ട് എവിടെയാണ് തന്നിരിക്കുന്നത്? ബാലൻസിൻ്റെ ഉള്ളിലാണ് ഡിപ്രിസിയേഷൻ തന്നതെങ്കിൽ എവിടെ മാത്രം കാണിച്ചാൽ മതി? ഓൺലി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. എവിടെ കാണിക്കേണ്ട കാര്യമില്ല? ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട കാര്യം ഇല്ല. അതും കൂടെ അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നമ്മൾ ബാഡ് ഡെറ്റിലേക്കാണ് പോകുന്നത് അല്ലേ. ബാഡ് ഡെറ്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഉണ്ട്, ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ബാഡ് ഡെറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെറ്റേഴ്സിൽ ചില ഡെറ്റേഴ്സ് നമുക്ക് ക്യാഷ് തരണമെന്നില്ല. അപ്പോൾ ആ ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടാതാവുമ്പോഴാണ് നമ്മളതിനെ എന്തെന്ന് പറയുന്നത്? ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അത് ബാഡായി കഴിഞ്ഞു. അപ്പോൾ ബാഡ് ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സ് എമൗണ്ട് കുറയുക ചെയ്യുക. അപ്പം കണ്ടോ, ടു ഡെറ്റേഴ്സ്, നമ്മുടെ ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഡെറ്റേഴ്സ് കണ്ടോ. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലോസ് ആണ്. അപ്പോൾ ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഡെറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ജേണൽ എൻട്രി വരിക. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഡെറ്റേഴ്സ്, ജേണൽ എൻട്രി ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ ബാലൻസിൻ്റെ താഴെയായിട്ട് നമ്മളോട് പറയും എന്താ? ഫർദർ ബാഡ് ഡെറ്റ്. ഫർദർ ബാഡ് ഡെറ്റ് എന്ന് ബാലൻസിൻ്റെ താഴെ നമുക്ക് തന്നാൽ അപ്പോൾ ചിലപ്പോൾ എമൗണ്ട് തരും, ചിലപ്പോൾ എമൗണ്ട് തരുന്നതിന് പകരം ചിലപ്പോൾ ഡെറ്റേഴ്സിൻ്റെ എത്ര ശതമാനമാണെന്നോ അങ്ങനെ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും വഴി നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി എമൗണ്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം. അപ്പോൾ ബാഡ് ഡെറ്റ് എത്ര എമൗണ്ട് ആണെന്നോ അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ എത്ര ശതമാനം ബാഡായി എന്നോ ഒക്കെ പറഞ്ഞാൽ
നമ്മളത് കണ്ടുപിടിക്കുകയും എന്നിട്ട് അതെവിടെ കാണിക്കണം? ആ ബാഡ് ഡെറ്റ് ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കണം ബാഡ് ഡെറ്റ്. അപ്പം ആദ്യം ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് പിന്നെ ട്രാ ബാലൻസിൻ്റെ താഴെ തന്നിരിക്കുന്ന ബാഡ് ഡെറ്റിനെ ഫർദർ ബാഡ് ഡെറ്റ് ആയിട്ട് നമ്മൾ ബാഡ് ഡെറ്റിനോട് കൂടെ കൂട്ടുകയാണ് ചെയ്യുക. അത് നമുക്കറിയാവുന്നതാണ്, അതുകൂടെ ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ഇതിനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ ഫർദർ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് എന്ന് ആദ്യമായിട്ട് തരുന്നതാണെങ്കിലും അല്ലെങ്കിൽ രണ്ടാമത് ഫർദർ ബാഡ് ഡെറ്റ് ആയിട്ട് തരുന്നതാണെങ്കിലും ശരി, അപ്പോൾ അത് ട്രാ ബാലൻസിൻ്റെ താഴെ നമുക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഡെറ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം? കാരണം ബാഡ് ഡെറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഡെറ്റേഴ്സ് കുറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് ബാഡ് ഡെറ്റ് ആയിട്ട് തന്നിരിക്കുന്ന അതിൽ നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ഡെറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സ് എവിടെ ഉണ്ടാവുക? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഡിഡക്ട് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൻ്റെ കൂടെയാണ് നമ്മുടെ ഡെറ്റേഴ്സ് ഉണ്ടാവുക. ഡെറ്റേഴ്സ് എടുക്കുക, ബാഡ് ഡെറ്റ് മൈനസ് ചെയ്യാം. ദെൻ ഈ ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത്? ട്രാ ബാലൻസിൻ്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഓൺലി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? ഓൺലി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ഫർദർ ബാഡ് ഡെറ്റ് ആണെങ്കിലാണ് നമ്മളിവിടെ രണ്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം ആദ്യത്തെ നമ്മൾ നേരത്തെ അത് ഇവിടെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ ഭാഗം നമ്മൾ ഞാനിപ്പോൾ പോയിന്റ് ചെയ്യുന്ന ഈ ഭാഗം പറഞ്ഞ സമയത്ത് തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു. ആദ്യം ട്രാ ബാലൻസിൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റിനോട് കൂടി രണ്ടാമത് ഫർദർ ബാഡ് ഡെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. അല്ല, അപ്പോൾ ആദ്യം നമുക്ക് തന്നത് ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നതിനെ എന്താണ്? ഓൺലി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ ആ കാര്യം ക്ലിയർ ആവാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ് അല്ലേ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, അപ്പം വീണ്ടും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം അക്കൗണ്ടിങ്ങിലെ ഒരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ് നമുക്ക് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സഹായമായി മാറുന്നത് എന്ന് പറയുന്നത്. ഏതാണ് ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനെതിരെ പ്രൊവിഷൻ ക്രിയേറ്റ് സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ഓൾ പോസിബിൾ ലോസസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമുക്കിവിടെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എവിടെയാണ് നമുക്കിത് തരിക? ഇത് ട്രാ ബാലൻസിൻ്റെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ട്രാ ബാലൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോന്നായിട്ട് തരുന്ന സമയത്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 5% ഓൺ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ 10% ഓൺ ഡെറ്റേഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ജേണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഉണ്ടോ? ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ് നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടത്. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ ഈ ബാഡ് ഡെറ്റ് ഉണ്ട്, ബാഡ് ഡെറ്റ് ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നു, ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ട്, പ്രൊവിഷനും ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയുണ്ട്. എന്താ? ആദ്യം നമ്മൾ ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്ന ബാഡ് ഡെറ്റ് എടുക്കും, then അതിനോടുകൂടി ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യും, then അതിനോടുകൂടി ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇത് ന്യൂ പ്രൊവിഷനാണ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചില കുട്ടികൾ ഇങ്ങനെ പഠിച്ചു വെക്കാറുണ്ട്. എങ്ങനെ? ബാഡ് ഡെറ്റ് ആഡ് ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ന്യൂ പ്രൊവിഷൻ, അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അപ്പം ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാനത് മൊത്തം ഒന്ന് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ, ഇവിടെ ഞാൻ ഈ മൗസ് പോയിന്റ് നീക്കുന്നത് ശ്രദ്ധിക്കുക, ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ട്, അത് ആദ്യം എടുത്തു. അതിനോടുകൂടി ഫർദർ ബാഡ് ഡെറ്റ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ദെൻ ഇപ്പം തന്നിരിക്കുന്ന ന്യൂ പ്രൊവിഷൻ, ഇതിന് നമ്മൾ ന്യൂ പ്രൊവിഷൻ എന്നാണ് പറയുക, അത് അതിനോടുകൂടി വീണ്ടും നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ എഴുതി വെക്കാറുണ്ട്. ദെൻ ഡിഡക്റ്റ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി അല്ലേ? ഡെറ്റേഴ്സിൽ അസറ്റ് സൈഡിൽ നിന്ന് ഡെറ്റേഴ്സിൽ നിന്നാണ് നമ്മൾ മൈനസ്. കറണ്ട് അസറ്റിലാണ് എന്ന് പ്രത്യേകം ഓർക്കുക. കറണ്ട് അസറ്റിൻ്റെ കൂടെയാണ് ഡെറ്റേഴ്സ് തരിക. ആ കറണ്ട് അസറ്റിലെ ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഇതെന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് ഇത് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കാണുന്നതിന് മുമ്പായി ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കാണാൻ പാടുള്ളൂ? പ്രൊവിഷൻ കാണാൻ പാടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് അത് അതേപോലെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലത്തെ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയേണ്ട ആളുകൾ ആ വീഡിയോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന ആ വീഡിയോ എടുത്ത് കണ്ടാൽ ആ ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രോബ്ലം നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നമുക്കിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നേ ഉള്ളൂ. അതായത് ഡിഡക്റ്റ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷനും കൂടി നമ്മൾ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ ആദ്യം ഡെറ്റേഴ്സ് എടുക്കും, ദെൻ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തു, അതിന് ശേഷമായിരിക്കും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇനി ഇത് ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുക ഓൾഡ് പ്രൊവിഷൻ എന്നാണ്. ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നാൽ അതിന് ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയാം. ആ ഓൾഡ് പ്രൊവിഷൻ എവിടെ കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് ഓൾഡ് പ്രൊവിഷൻ. ഇതിനെവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഐറ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത്? ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റം കൂടെ ഒരുമിച്ച് തന്നാൽ, അതായത് ഇവിടെ എല്ലാ ഐറ്റം കൂടെ ഒരുമിച്ച് തന്നാൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഐറ്റം? ഒന്ന് പിന്നെ ബാഡറ്റ് ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്, ദെൻ ബാഡറ്റ് ട്രാ ബാലൻസിൻ്റെ താഴെ തന്നിട്ടുണ്ട്, അതായത് ഫർദർ ബാഡറ്റ്, ദെൻ പ്രൊവിഷൻ ഈ പറഞ്ഞതുപോലെ ട്രാ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, ദെൻ ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നെ എന്തും തന്നിട്ടുണ്ട്? ഓൾഡ് പ്രൊവിഷനും തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? ബാഡറ്റ് ഉണ്ട്, ഫർദർ ബാഡറ്റ് ഉണ്ട്, ന്യൂ പ്രൊവിഷൻ ഉണ്ട്, ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മളത് എളുപ്പത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മറ്റുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ജേണൽ എൻട്രിയും മറ്റു കാര്യങ്ങളൊന്നും അല്ല നോക്കാതെ നമുക്ക് വേഗം ക്ലിയർ ആവാൻ വേണ്ടി നമ്മളങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ബാഡറ്റ് എടുക്കും, അതിനോടുകൂടെ ഫർദർ ബാഡറ്റ് ആഡ് ചെയ്യും, അതിനോടുകൂടെ ന്യൂ പ്രൊവിഷനും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, എന്നിട്ട് ഓൾഡ് പ്രൊവിഷൻ അതിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ഇതങ്ങനെ പറഞ്ഞാൽ ഇത്രയും ഭാഗം ക്ലിയർ ആവും. എന്താണ് ഒന്നുകൂടെ പറയാം? ആദ്യം ബാഡറ്റ്, അതിനോടുകൂടി ഫർദർ ബാഡറ്റ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ ബാഡറ്റ് ആഡ് ഫർദർ ബാഡറ്റ്, ദെൻ അതിനോടുകൂടി വീണ്ടും എന്ത് ആഡ് ചെയ്യുന്നു? ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ന്യൂ പ്രൊവിഷൻ, ദെൻ അങ്ങനെ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അപ്പോൾ ആദ്യം ബാഡറ്റ് എടുത്തു, ഫർദർ ബാഡറ്റ് അതിനോടുകൂടി ആഡ് ചെയ്തു, കിട്ടിയ എമൗണ്ടിനോട് കൂടി ന്യൂ പ്രൊവിഷനും കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓൾഡ് പ്രൊവിഷൻ, ഇതാണ് ഓൾഡ് പ്രൊവിഷൻ. ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ തന്നാൽ അതിനെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയുക. ട്രാ ബാലൻസിൻ്റെ ഉള്ളിൽ അത് തരുമ്പോൾ ക്രെഡിറ്റിലായിരിക്കും എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഓൾഡ് പ്രൊവിഷനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഡറ്റ് ഫർദർ ബാഡറ്റ് ആഡ് ചെയ്തു, ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്ത് ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു രീതി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തരുന്ന ഇനി പറയാൻ പോകുന്ന ഐറ്റം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ, ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഇനി പറയുന്ന ഐറ്റംസ് ഒക്കെ സാധാരണഗതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമായിരിക്കും കാണുക. അതുകൊണ്ട് ഈ കോളം ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ നമുക്കൊന്നും പറയാനില്ല. ഇവിടെ സാധാരണ രീതിയിൽ അത് അവിടെ അങ്ങനെ കൂടുതൽ ചോദിക്കാറില്ല. അധികം ചോദിക്കാറ് അത് ട്രാ ബാലൻസിൻ്റെ താഴെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് കോളം ഇനി നമുക്ക് പറയേണ്ടതില്ല. ഇനി 3 കോളം മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്ക് അവസാനം ഡെറ്റേഴ്സ് ക്യാഷ് തരുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും എന്ന് കണ്ടുകൊണ്ട് നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. എങ്ങനെയൊക്കെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഡെറ്റേഴ്സ് എടുത്തു, ഡെറ്റേഴ്സ് എന്ന് ഫർദർ ബാഡറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തു, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്തിട്ടാണ് എന്തിൻ്റെ പെർസെൻറ്റേജ് കാണുക? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് കാണുക എന്നുള്ളത് സാന്ദർഭികമായി ഇവിടെ നിന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് എഴുതും. ഇനി ഈ പ്രൊവിഷൻ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് മൈനസ് ചെയ്യണം? ഡിഡക്റ്റ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്. അസറ്റ് സൈഡിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അസറ്റ് സൈഡിൽ ഇതുവരെ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡറ്റ് മൈനസ് ചെയ്യണം, ന്യൂ പ്രൊവിഷനും മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി ആ ന്യൂ പ്രൊവിഷൻ മൈനസ് ചെയ്ത് വെച്ചതിൽ നിന്ന് എന്തും കൂടെ മൈനസ് ചെയ്യുക? ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും കൂടെ മൈനസ് ചെയ്തിട്ടാണ് നെറ്റ് എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് റുപ്പീസ് എന്ന് പറയുന്ന കോളത്തിലേക്ക് എടുത്തെഴുതുക. അതൊരു ഇന്നർ കോളത്തിലിട്ട് നമ്മൾ ഇതെല്ലാം മൈനസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്കുള്ള കൃത്യമായിട്ടുള്ള എമൗണ്ട് കോളത്തിലേക്ക് ഈ എമൗണ്ട് എഴുതുക എന്നുള്ളത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് തന്നാലോ അതിൻ്റെ ജനറൽ എൻട്രി എന്തായിരിക്കും? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരിക്കും അവിടെ ജനറൽ എൻട്രി വരിക. എന്തൊക്കെയായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന എല്ലാം ട്രാ ബാലൻസിൻ്റെ താഴെ മാത്രം അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് തരുന്ന മാത്രം ആയിട്ടാണ്. അവസാനത്തെ കോളത്തേക്ക് നമുക്ക് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട എന്താ? ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്ത്? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്നെഴുതി ക്രെഡിറ്റേഴ്സിൻ്റെ മുകളിൽ ചില പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ക്രെഡിറ്റേഴ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. അത്രയും പെർസെൻറ്റേജ് കണ്ട് നമ്മൾ അതിനെ എവിടെ എഴുതുക? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്.
ഇനി അവസാനം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് എടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഈ പ്രൊവിഷൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതാണ് രണ്ടാമത്തത്, ഡിഡക്റ്റ് ഫ്രം ക്രെഡിറ്റേഴ്സ് ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇനി നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാണ്. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ താഴെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് തന്നാൽ അതിൻ്റെ ജേണൽ എൻട്രി നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്യുക, അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാൻ കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാകുന്ന സമയത്ത് ക്യാപിറ്റൽ കൂടണം, അതുകൊണ്ടാണ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇതിനെ എവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കണ്ട് ക്യാപിറ്റൽ എത്ര തന്നത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കി അത് കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും അവസാനം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ക്യാപിറ്റലിനോട് കൂടി നമ്മൾ ഇത് ആഡ് ചെയ്യും, അല്ലേ? ആദ്യം നമ്മൾ ക്യാപിറ്റൽ എടുക്കും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യും, ഡ്രോയിങ്സ് ആണെങ്കിൽ ലെസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ അതിനോട് കൂടെ ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ ക്യാപിറ്റൽ എന്താവുക ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പോൾ ആഡ് വിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഈ സ്ലൈഡിലെ അവസാനത്തെ ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നാൽ നോക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്യാപിറ്റൽ മൈനസ് ആവണമെങ്കിൽ ക്യാപിറ്റലിന് എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്ന നേരം എന്താവും, മൈനസ് ആയിക്കോളും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് ജേണൽ എൻട്രി. എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്, അപ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെന്ത് ചെയ്യണോ, ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് നോക്കൂ, ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ക്യാപിറ്റൽ ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. അതായത് ഇപ്പോൾ മൊത്തത്തിലൊന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ എടുക്കുന്നു, ക്യാപിറ്റലിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ക്യാപിറ്റൽ ഇൻ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ദെൻ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി പോകാവുന്നതാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ചിലപ്പോൾ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ഇത് എക്സാമിന് വലിയ പ്രോബ്ലത്തിൻ്റെ കൂടെ ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രോബ്ലമായിട്ടൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ജേണൽ എൻട്രി എന്താണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ സാധനം മൊത്തത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത? എൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ, ബട്ട് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് സബ്സിക്വൻറ്റ് ഇയേഴ്സിലാണെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മളെപ്പോഴും എക്സാമ്പിളൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറ് അഡ്വർടൈസ്മെൻറ്റാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വലിയൊരു എമൗണ്ട് ചിലപ്പം ചിലവാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആ ചിലവാക്കിയിട്ടുള്ള ആ വലിയ എമൗണ്ട് മുഴുവനായിട്ട് നമുക്ക് ആ കൊല്ലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ എത്ര ഭാഗമാണോ, അപ്പോൾ ഒരു 10 ലക്ഷം രൂപ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു വർഷം ചിലവാക്കി എങ്കിൽ അത് 10 കൊല്ലത്തേക്കാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കൊല്ലത്തേക്ക് 1 ലക്ഷം രൂപ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കാൻ പറ്റൂ. ബാക്കിയുള്ള 9 ലക്ഷം രൂപയും നമ്മൾ കാണിക്കുന്ന എവിടെയായിരിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യം മനസ്സിലാക്കിയാൽ നമുക്കിത് വേഗം ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലേ? എന്താ ജേണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ 10 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കണം. ഇനിയോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഈ ഐറ്റം എടുക്കുമ്പോൾ അഡ്വർടൈസ്മെൻ്റ് എന്നെടുത്ത് 10 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ മൈനസ് ചെയ്ത് ബാക്കിയുള്ള 9 ലക്ഷം രൂപയാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? അസറ്റ് സൈഡിൽ കാണിക്കണം. ഡിഡക്റ്റ്, അല്ലേ? ഡിഡക്റ്റ് ഫ്രം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഞാൻ നേരത്തെ അഡ്വർടൈസ്മെൻറ്റ് എക്സാമ്പിളായി പറഞ്ഞു. അഡ്വർടൈസ്മെൻറ്റ് 10 ലക്ഷം രൂപ ഉണ്ട്, അതിന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്ത് ബാക്കിയുള്ള 9 ലക്ഷം രൂപയായിരിക്കണം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കാറുണ്ട്. അതിൽ 2 മെത്തേഡുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. അങ്ങനെയുള്ള ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്.
അല്ലെങ്കിൽ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ടു മാനേജേഴ്സ്. ചിലപ്പോൾ നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ എന്നും പറയാറുണ്ട്. മാനേജേഴ്സ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ഒക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു മാനേജേഴ്സ് കമ്മീഷൻ എന്നുള്ളത്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു മാനേജേഴ്സ് കമ്മീഷൻ? രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നുള്ള ഒരു രണ്ട് മെത്തേഡ് ഇതിനുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ആ മെത്തേഡ് ഏതോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ജേണൽ എൻട്രി ആ ഒരു ഓർഡറിലാണ് നമ്മളിവിടെ പറഞ്ഞു പോരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു മാനേജേഴ്സ് കമ്മീഷൻ. എവിടേക്കാണ് നമ്മളത് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അല്ലേ, അതിൻ്റെ മുകളിലൊക്കെ ആ പെർസെൻറ്റേജ് ഒക്കെ കണ്ട് ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇനിയോ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിൽ പലപ്പോഴും ഈ ഐറ്റം വന്നാൽ കുട്ടികൾ എടുക്കാൻ മറന്നു പോകാറുണ്ട്. കാരണം ഇത് ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ എന്താ കാണിക്കേണ്ടത്? മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിങ്. മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്തിട്ടില്ല. കൊടുക്കുന്നവരെ അത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റിയാണ്. അപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി ആയിട്ട് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് റിസർവ് ഫണ്ട് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. 15ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. റിസർവ് ഫണ്ട് നമുക്ക് തന്നാൽ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ റിസർവ് എത്ര ശതമാനം, പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം നമ്മൾ റിസർവായിട്ട് നീക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ജേണൽ എൻട്രി എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു റിസർവ് ഫണ്ട്. എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്? ഒന്ന്, ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. റിസർവ് ഫണ്ട് അല്ലെങ്കിൽ റിസർവ്, ജനറൽ റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എമൗണ്ട് എഴുതേണ്ടതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിസർവ് എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് എത്രയാണോ, പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണെന്നുള്ളത് നോക്കി അത്രയും ശതമാനം കണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം എമൗണ്ട് എഴുതണം. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ? ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ, കമ്പനിയൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ പറയാറുണ്ട്. ദെൻ ഇവിടെ നമ്മൾ സോൾ ട്രേഡിങ് കൺസേൺസ് ആണ്. എത്രയാണോ റിസർവ്, ആ റിസർവ് എമൗണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇത്രയും 15ഓളം വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ തന്നെ വേറെയും ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഒരു 3-4 അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളത് നമുക്ക് പ്രത്യേകം വേറെ ഒരു ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ പ്രോബ്ലത്തിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.